ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ ഡിന്നറാണ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോകുന്നത്. പിസ്സയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കണമെന്ന് നോക്കണ്ടല്ലോ. ഇത് 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കലക്കി വെച്ച വെള്ളമാണ്. കണ്ടോ, ഫെർമെൻറ്റഡ് ആയിട്ടുണ്ട് ഈ വെള്ളം, കണ്ടല്ലോ. ഇത് വെച്ചിട്ട് നമ്മൾ മൈദ കുഴയ്ക്കണം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള പൊടിയാണ് ഞാൻ എടുക്കുന്നത്. മൈദ ഒരു 1.5 കപ്പ് അളവില്ല മൈദ എടുക്കുന്നത്. ഇനി പൊടിയിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള വെള്ളം വെച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള പരുവത്തിന്. ഇതിങ്ങനെ കയ്യിൽ ഒട്ടണ പരുവത്തിൽ ഇങ്ങനെ ഇത്ര ലൂസായിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് ഫെർമെൻറ്റഡ് ആയി പൊങ്ങി വരിക. പാത്രത്തിലും കൂടി കുറച്ച് ഓയിൽ പറ്റുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുപോരാൻ പാടായി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുഴച്ച് വെച്ച മാവ് ഓൾറെഡി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രിപ്പറേഷനിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഉപ്പും കുരുമുളകും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ഇത് അതിൻ്റെ അകത്തേക്ക് ഇടാനുള്ള ഓണിയനും, ഇത് കുറച്ച് മഷ്റൂമും ടൊമാറ്റോയും, പിന്നെ ഇത് ക്യാപ്സിക്കവും, ഇത് ബട്ടർ, ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത്, ഇത് പിസ്സ സോസ്. ബട്ടർ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കന് ബട്ടർ ചൂടായ അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാണ്. അധികം ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യരുത്, കുറച്ച് ലൈറ്റായിട്ട്. ചിക്കൻ നന്നായിട്ട് വേവും വേണം, എന്നാൽ കുറച്ച് ജ്യൂസി ആയിട്ടും വറുക്കണം കേട്ടോ. ഇതൊരു 200 ഗ്രാം ചിക്കൻ ആണ്. ഇത് കുറച്ച് കൂണാണ് കേട്ടോ, അതും കൂടി ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാണ്. ചിക്കനും മഷ്റൂമും കൂടി സോർട്ട് ചെയ്തത് ഇത്രയും മതി കേട്ടോ. ഇനി അത് ഓഫാക്കി ഇടാം. നമുക്ക് സെറ്റ് ചെയ്യാം. പിസ്സ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് കുഴച്ചിട്ട് പിസ്സ സെറ്റ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമ്മളത് പരത്തി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ പരത്തി ഏകദേശം ഈക്വൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കുത്തി കൊടുക്കണം. ആ പിസ്സയുടെ സോസൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അകത്തേക്ക്, ആ ബ്രെഡിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഫോർക്ക് കൊണ്ട് കുത്തി ഗ്യാപ്പൊക്കെ വരുത്തിച്ച്. ഇനി ഇത് പിസ്സ സോസാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൊസറല്ല ചീസാണ്. ആദ്യം കുറച്ചിട്ട് കൊടുക്കണേ. ചിക്കൻ ഇടുന്നതിന് മുമ്പ് ചെറുതായിട്ട് വിതറി കൊടുക്കണം, എന്നാലേ ആ ഒരു ചീസി ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും മഷ്റൂമും ഇല്ലേ, അതങ്ങോട്ട് ഇട്ടൊന്ന് വിതറി കൊടുക്കണം. ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചീസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. പ്രീ ഹീറ്റായ ഓവനിലേക്ക് നമുക്ക് ഈ പിസ്സ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് 1/2 മണിക്കൂർ കുക്ക് ചെയ്യണേ, അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ആയിട്ടുണ്ട്. നമുക്ക് പിസ്സ ഒന്ന് എടുത്ത് നോക്കിയല്ലോ. ഇഷ്ടമാണോ? കാണിച്ചാലും സൂപ്പർ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. അങ്ങനെയുണ്ട്. ഹലോ പറഞ്ഞേ.
അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.